ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളം കണ്ട ഏറ്റവും വലിയ വികസനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു സംശയവുമില്ലാതെ മറുപടി പറയാൻ സാധിക്കും. റോഡ് വികസനമാണ് എന്നുള്ളത്. വടകരയിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന റൂട്ടിൽ ഏകദേശം 4.5 കിലോമീറ്റർ മാറി ഹൈവേയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന NH-66 പ്രധാനപ്പെട്ട ഒരു പാലമാണ് മൂരാട് പാലം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ 83 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച മനോഹരമായ പാലമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇത്രയും കാലം ധൈര്യത്തോടെ വിശ്വസ്തയോടെ നമ്മൾ സഞ്ചരിച്ച മനോഹരമായ മൂരാട് പാലം, അത് ഇന്ന് വാഹനങ്ങളൊന്നും കടന്നു പോകുന്നില്ല. കാരണം പുതിയ പാലത്തിലേക്ക് വാഹനങ്ങളെ കയറ്റി വിട്ടു തുടങ്ങി, അതുപോലെ തന്നെ ഓടാൻ തുടങ്ങി. ഒരു പാലമല്ല, 2 പാലമാണ് ഇപ്പോൾ പണി കഴിപ്പിച്ചത്. കേരള സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ചേർന്നാണ് ഈ ഒരു പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഡബിൾ പാലം, ഇരട്ടപ്പാലം. എൻ്റെ നാട് ഈ പാലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ ഉണ്ടാകും, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. പാലമുണ്ടാക്കി അതിനുശേഷം വിളക്കുകാലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഏത് തന്നെയാലും ഈ ഒരു കാഴ്ച ഇനി 100 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇനി നമുക്ക് കാണാൻ സാധിക്കൂ. കാരണം ഈ ഒരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ചില യൂട്യൂബ് ചാനലുകൾ, പ്രത്യേകിച്ച് ആരിഫ് നൊമാഡ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നമുക്ക് നൂറ്റാണ്ടിലെ കാഴ്ച എന്ന് പറയുന്ന ഇതിൻ്റെ ഈ ബ്രിഡ്ജിൻ്റെ വലിയ ബീമുകൾ എടുത്തു വെക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണിച്ചു തരികയുണ്ടായി. വലിയ വ്യൂസ് ഉണ്ടായ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ പഴയ പാലത്തിൻ്റെ മുകളിലത്തെ റൂഫാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം കോഴിക്കോടേക്ക് പോയതും കോഴിക്കോട് നിന്ന് വടകരയ്ക്കൊക്കെ വന്നതൊക്കെ ഈ ഒരു പാലത്തിലൂടെയാണ്. ഏതായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഇത്രയും കാലം അവർ ഈ പാലത്തിന് നല്ല രീതിയിൽ അവരുടെ ആ നിർമ്മാണ മികവ് കൊണ്ട് തന്നെ ഇത്രയും കാലം നിന്നല്ലോ. അപ്പോൾ കോഴിക്കോട് നിന്ന് വടകരയ്ക്ക് വരുന്ന വഴിയാണിത്. ഈ ഒരു ലോറി പോകുന്നുണ്ടല്ലേ, ഇത് വടകര ഭാഗത്തേക്കാണ് പോകുന്നത്. വടകര, കണ്ണൂർ, കാസർഗോഡേക്കാണ് ഈ റോഡ് പോകുന്നത്. ഏത് കഴിഞ്ഞാലും നല്ല വീതി വിസ്താരത്തിൽ തന്നെ 3 ട്രാക്കുകളാണ് ഒരു ഭാഗത്തുള്ളത്. അതേപോലെ തന്നെ ആ ഭാഗത്ത് 3 ട്രാക്കുകളുണ്ട്. അപ്പം 6 വരി പാത എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഈ ഒരു സൈഡ് ഫുട്പാത്തായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യസമേതം ഇതിൽ നടന്നു പോകാൻ സാധിക്കും. നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ ഡ്രോൺ ഷോട്ടും കൂടി ഇതിലൂടെ കാണേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഈ ഒരു പുഴയാണ് മൂരാട് പുഴ. ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഒരു റെയിൽ ട്രാക്കുണ്ട് അവിടെ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പണി കഴിപ്പിച്ച ട്രാക്കും തൊട്ടിപ്പുറത്തുണ്ട്. ടോട്ടൽ 3 പാലങ്ങളാണ് ഉള്ളത്. പിന്നെ റോഡായിട്ടുള്ളത് ഇപ്പം 3 പാലങ്ങളായിട്ട് അതുകൊണ്ട് പഴയ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതും പുതിയത് ഈ 2 അപ്പോൾ ഏതായാലും ഒരു ട്രെയിൻ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതും കൂടിയും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ട്രെയിൻ സ്പോട്ടിങ് കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. അത് ലോക്കലാണോ, ഇനി എക്സ്പ്രസ് ആണോ, സൂപ്പർ ഫാസ്റ്റ് ആണോ, നമുക്ക് നോക്കാം. ഏതായാലും ഇനി ഗുഡ്സ് ട്രെയിനാണോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ബ്രിട്ടീഷുകാർ കുറച്ച് കാലം കൂടി ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള ധാരാളം പാലങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതിലേറെ നമുക്ക് അവർ ചെയ്തു വെച്ച ദ്രോഹങ്ങൾ കൊണ്ട് നമുക്ക് അവരെ ഇവിടെ നിൽപ്പിക്കാൻ സാധിച്ചില്ല. അവരെ ആട്ടിയോടിച്ചു. അതിന് നമുക്ക് നമ്മുടെ ഗാന്ധിയും ടീമിനോട് നമുക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രോൺ ഷോട്ടും കൂടി ഇതിൻ്റെ കൂടെ കാണാം കേട്ടോ.